റോഡ് മൊത്തം കുണ്ടും കുഴിയാ. ഇതെല്ലാം ഒന്ന് ശരിയാക്കണം. ഇറങ്ങടാ ഇറങ്ങടാ. ഇതെല്ലാം വാരി കൂട്ടി വണ്ടിയിലോട്ട് കയറ്റ് കേട്ടോ. അപ്പുറത്ത് 25 പാക്കറ്റ് സിമെന്റ് നമ്മുടെ അപ്പുറത്തെ സൈറ്റിൽ ഇരിപ്പുണ്ട്. അത് നേരെ എടുത്ത് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് വേണം. ബംഗാളികളല്ലേ മുടിയാൻ. അതെന്താ സാറേ ഈ റോഡ് ശരിയാക്കുന്നില്ലേ? എമർജൻസി ആയിട്ട് വേറെ റോഡ് ശരിയാക്കാറുണ്ട്. ഇത് നമുക്ക് അടുത്ത ആഴ്ച. ഇവിടുത്തെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ. സർക്കാർ കാര്യം മൊറ പോലെ. ഡ്രൈവർ വണ്ടിയിട്. ഈ ബംഗാളികളെല്ലാം ഞാൻ കാരണം മലയാളം പഠിച്ചു. നാട്ടുകാരെ ഓടി വരണേ, ഈ കള്ളന്മാരനെ പിടിക്കാൻ വരണേ. എന്റെ ദൈവമേ, എടാ ഒന്ന് നിക്കടാ അവിടെ. കൊല്ലും ഞാൻ. നാട്ടുകാരെ ഓടി വരണേ, ഈ കള്ളന്മാരനെ പിടിക്കാൻ വരണേ. നിന്റെ അച്ഛനാണോ കള്ളൻ? നിക്കടാ നിക്കടാ അവിടെ, അവിടെ നിക്ക. അയ്യോ എന്റെ സാധനം എല്ലാം പോയി. ഏത് തണ്ടിയാണോ? മുതലാളി, നീ എന്തോ നോക്കി ഇരിക്കുവായിരുന്നടാ? ഇതെല്ലാം സത്യം മുതലാളി വാരിക്കൊണ്ട് പോയതായിരിക്കും. എന്നാലും അയാൾ ഇതെന്നാ ചെയ്തത്? പണി തുടങ്ങട്ടെ മുതലാളി. എന്തോ എടുത്തു വെച്ച് പണിയാനാടാ? കേറി പോടാകത്ത്. മുതലാളി ആനവാട മുട്ടിഞ്ഞു പോവുകയുള്ളൂ. ചാകര കടപ്പുറത്തും ഉത്സവമായി ചാകര കൊള്ളാലോ ഒന്ന് മുട്ട. ബംഗാളി, ആസാമി, ഓ തമിഴത്തി. സഹോദരി, ഞാനിവിടുത്തെ സ്ഥിരം ഒരു സഹായിയാണ്. സഹായിക്കണോ? വേണ്ട 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 വേണ്ടേ വേണ്ടേ മോളെ വേണ്ട. ചക്കരെ അവിടെ നിക്കടി. പോലെ പോകില്ലേ മോളെ. അതിങ്ങടുത്തേ. എന്തോ ഇത് ഉണങ്ങിയത്. ഇത് വേണ്ട സാറേ, കിലോ 30 രൂപയേ ഉള്ളൂ. എന്തോ പാണ്ടി. ചേട്ടന് പറ്റിയ മുറിയിക്കുണ്ട്. ഇത് പച്ചയാ. ഇത് കൊള്ളാം. ഇത് അടിപൊളി. ഇത് കുറെ അങ്ങോട്ട് തന്നെ എടുക്കാവോ? ഇല്ല ചേട്ടാ, നമുക്ക് കൊടുപ്പേ ഉള്ളൂ. വല്ലപ്പോഴൊക്കെ എടുക്കാൻ. തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും. പച്ചക്കറി വേണോ? ഇതിനെന്താ വില? ചുമ്മാ തമാശക്ക് ഒരു ഹാസ്യം. പൊക്കോട്ടെ. അയ്യോ ഫോൺ എടുക്കുന്ന. അയ്യോ എന്റെ പൊന്നോ, അന്യായ സാധനമാണേ. ഒളിഞ്ഞു നോക്കാൻ വരുന്നവരുടെ കഷ്ടപ്പാട് കോടതിക്കറിയാവൂ. അവർ റിമാൻഡ് ചെയ്യും. നാട്ടിലാണ് മൊത്തം പട്ടികളും. പോലീസുകാർക്ക് ഇതുപോലെ അറിയാവൂ. എന്തൊരു കഷ്ടപ്പെട്ട പുല്ല് കത്തുന്നു. എന്തെങ്കിലും സീൻ കാണാൻ പറ്റണം. അയ്യോ, നല്ല സീനായിരിക്കണേ. പടത്തിന് പോലുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാ സീൻ കാണാൻ വരുന്നത്. ഓ അയ്യോ. ഒരു വേട്ടാവിളയും കാരണം മര്യാദയ്ക്ക് ലൈറ്റ് ഇട്ടൊന്ന് കുളിക്കാൻ പോലും പറ്റിയല്ല. സ്ഥലം എസ് ഐ താമസിക്കുന്നത് ഇങ്ങനാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എങ്ങനായിരിക്കുമോ എന്തോ ആർക്കറിയാം. ഒന്നും കാണുന്നില്ല.
ഇവനെയൊക്കെ നടുറോടി തുണി അഴിച്ച് നിർത്തിയിട്ട് ചൊറിയണം തേച്ച് വിടണം. കല്ലറിയില്ലേ? അണ്ണൻ ഗൾഫിൽ നിന്ന് വന്നാ എന്താ അല്ലേ? വേട്ടവളിയാ, നീ എന്തോ പരിപാടിയായി കാണിച്ചേ? എന്താടാ നീ ആരോട് അവിടെ കിടന്ന് ബഹളം വെച്ചെന്ന് അറിയോ? എന്റെ പൊന്നെ, നിന്റെ കാര്യം കട്ട പുകയായിരിക്കും. നീ കാര്യം നീ പറടാ. തീർന്നടാ, തീർന്ന്. ആ പെണ്ണും പിള്ള നിന്റെ കൂമ്പ് കളയുകളെ കേട്ടോ. കാര്യം പറടാ. എടാ അവൾ ആരാ നിനക്കറിയോ? എവള്? നീ അവിടെ കിടന്ന് വേല കാണിച്ചില്ലേ ആ ടൗണില്? ആരാന്നറിയോ? ആരാ? എന്റെ പൊന്നോ, അതേടാ അവള് ടൗണിലെ എസ്ഐയാ. അത് എസ്ഐയ. ഒന്നെങ്കിൽ ഒരു സീരിയൽ അടി, അല്ലെങ്കിൽ ഈ അവരാധി അവതാരിക അതായിരിക്കും. പക്ഷെ സാധനം എന്തായാലും കീഴ് പീസ. അയ്യോ ഇടികൊണ്ട് നിന്റെ ഊപ്പാടും ചാപ്പാടും വരും. പന്നി വേണമെങ്കിൽ നീ വളച്ചോ, ഞാൻ വളക്കുന്ന നീ വളച്ച എന്റെ സ്വഭാവം നിനക്കറിയത്തില്ല കേട്ടോ പാട്ടി. ഇടികൊണ്ട് നിന്റെ ഊപ്പാട് വരുന്നതേ ഉള്ളൂ, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എടാ നീ പോ, ഇടികൊണ്ട് നീ തൂറും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം, എനിക്ക് അവളെ നന്നായിട്ട് അറിയാവുന്നുണ്ടോ. അവൾ ഈ സ്റ്റേഷനിലെ എസ് ഐ കേട്ടോ. വേറൊരിടത്ത് MLA ഡ്രൈവറെ അടിച്ചതിനെ ട്രാൻസ്ഫർ ആക്കി കൊണ്ടുവന്നേക്കുവാ. ചെന്ന് കയറി കൊടുക്ക്. പറഞ്ഞു സത്യമാണ്. മൈക്കുടാപ്പ ഇതുവരെ നിനക്ക് പറഞ്ഞ ഒന്നും മനസ്സിലായില്ലേ? അവൾ ഇവിടുത്തെ സ്റ്റേഷനിലെ എസ് ഐയാ, വനിതാ എസ് ഐ. അവര് നിന്റെ കാര്യം പോക്ക കേട്ടോ. നിന്റെ കട പൂട്ടിയടാ, പൂട്ടി. ദൈവമേ, എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാവുമല്ലോ. ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞത്. ഇവിടെ കുത്തിയിരിക്കണ്ട, അവൾ ഇരുത്തിക്കോളും. വാങ്ങിച്ചോണ്ട് വെക്കോ. വണ്ടി നിർത്തിയിടിക്കും, ഓടിക്കളയോ. എന്നെ കൊല്ലരുത്. പൂന്തേനരുവി അവര് ഉണപ്പിക്കല്ലേ, ഇറങ്ങിപ്പോ. ചായ മൂഞ്ചും, പൈസ തരത്തില്ല. ക്യാപ്റ്റൻ കുമാർ 40 വർഷമായി പട്ടാളത്തിലായിരുന്നു. അപ്പൊ ജനിച്ചപ്പോഴേ പട്ടാളത്തിലായിരുന്നു. എന്നെ കാര്യം നമ്മുടെ വായനശാലയിൽ നിന്ന് കമ്മിറ്റി ഉണ്ട്, വൈകിട്ടങ്ങ് എത്തണം. എന്താ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട് കടയിലുള്ള ഈ കപ്പെടുത്തോണ്ട് പറമ്പി പോരുതെന്ന്. എടാ കുഞ്ഞെ, രാജാവിന്റെ കാലത്ത് എന്റെ അപ്പനപ്പന്മാര് ചായ കുടിച്ച കപ്പ. ഇതിനകത്ത് ചായ കുടിക്കാൻ വേണ്ടി പുണ്യം ചെയ്യണം, പുണ്യം. സൗദാമിനിയേ. ഓ വരുവാന്നേ. സൗദാമിനി. അയ്യോ ഇതാരാ? മനോഹരനോ? ഞാൻ കമ്മിറ്റിക്ക് വരാൻ ഒരുങ്ങായിരുന്നു. ഇതാര് പ്രസിഡന്റോ? പ്രസിഡന്റ് ആള് കുമ്പിടിയാണല്ലോ. ഷർട്ട് മാറി അവിടെയും കണ്ട് ഇവിടെയും കണ്ട്. നിങ്ങളുടെ